സാനോയുടെ ഗോൾ തടയാമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് പൊസിഷൻ മാറ്ററാണ്. ഒരു പക്ഷേ ആ ഗോൾ കീപ്പർ അവിടെയാണ് ഒരു ഗോൾ കീപ്പറുടെ ബ്രില്യൻസ്. ഇപ്പോൾ ഇന്ന് സുസുക്കി എടുത്തൊരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ആ ഗോളാവേണ്ടതല്ല, ആ ഷോട്ട് ഗോളാവേണ്ടതല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള എത്ര ഷോട്ട് ബ്രസീൽ ലക്ഷ്യം വെച്ചിരുന്നു ജാപ്പനീസ് ബോക്സിലേക്ക്. അത് കൃത്യമായി പ്രതിരോധിക്കാൻ, ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ കീപ്പറാണോ നിലവിൽ അലിസൺ ബെക്കർ എന്ന സംശയം ഉയർത്തുന്നതാണ് ഈ ഗോൾ വഴങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു എം എസ് കെന്ന്, ഇത് പരസ്പരം ഒത്തിണക്കമില്ലാത്ത ഒരു ബ്രസീൽ നിരയാണ് നമ്മൾ ആദ്യ പകുതിയിൽ. അതായത് പന്തെടുക്കാൻ വേണ്ടി വരുന്നു, പലപ്പോഴും താരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു, ഇടിക്കുന്നു, വീഴുന്നു. അത് നേരത്തെ പറഞ്ഞ ആ വൈകാരികതയിൽ വരുന്ന പ്രശ്നമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഗോൾ വീണു, പിന്നിലായി പോകുന്നു, അതിൻ്റെ പ്രഷറുണ്ട്, അതിനെ അതിജീവിക്കാൻ വൈകാരികതയ്ക്ക് അടിമപ്പെടുത്തു പോകുന്ന ഒരു വിശ്വാസികളുടെ കൂമ്പാരം ഉണ്ടായിരുന്നു. അത് ഈ കൂട്ടിയിടി ഒരിക്കലല്ല ഞാൻ കണ്ടത്, ഒന്നിലേറെ തവണ നമ്മൾ കാണുന്നത്. അത് നമ്മൾ ഈ ബ്രസീലിന്റെ ഈ ഒത്തൊരുക്കമില്ലായ്മ കണ്ടതേ സമയത്ത് തന്നെ അപ്പുറത്ത് ജപ്പാന്റെ ഒരു ഒത്തൊരുക്കം സമയത്ത് കണ്ടിട്ടുണ്ട്. 10 പേരും ബോക്സിലുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പല ഓരോ ബ്രസീൽ മൂവ്മെന്റിലും ഞാൻ എണ്ണുന്നുണ്ടായിരുന്നു. ബോക്സിൽ എത്ര നമ്മൾ എണ്ണുന്നൊരു സമയം ഉണ്ടായിരുന്നു 7-10. അതാണ് അതായത് ഒരു ഘട്ടത്തിൽ ഈ ബോക്സിന്റെ അകത്ത് തന്നെ 11 പേരുള്ള ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും ഒന്നിച്ച് ആക്രമിക്കുന്നു, ഒന്നിച്ച് ഡിഫൻഡിലേക്ക് ഇറങ്ങുന്നു, ആ ലൈനിലാണ്. അല്ല, അവിടെയാണ് പ്രശ്നം. ഇപ്പം വിനീഷ്യസിന്റെ ആ സോളോ മൂവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ സോളോ മൂവിന് ശേഷമുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്നുണ്ട്. ആ കൗണ്ടർ അറ്റാക്കിൽ ഒരാളല്ല അറ്റാക്ക് ചെയ്യുന്നത്, 4 പേര് ഒരേ ലൈനിൽ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. അവരുടെ ഒരു ക്വിക്കായിട്ടുള്ള ഒരു മൂവിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതായത് ഒരു കാരണവശാലും പക്ഷേ ബ്രസീൽ ഇന്ന് ആ തരത്തിൽ രക്ഷപ്പെട്ടതാണ്. അത്തരത്തിലുള്ള അവസരങ്ങൾ അധികം ജപ്പാന് വീണ് കിട്ടാത്തതിൻ്റെ ഒരു ഗുണം കൂടിയുണ്ട് അതിൽ. അത്തരത്തിലുള്ള മൂവ് വന്നാൽ ഒരേ സമയം ബ്രസീലിൻ്റെ സെൻറ്റർ ബാക്ക് അടക്കം മറ്റവരുടെ ഹാഫിൽ ചെന്നിട്ടാണ് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ മൂവും അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള മൂവ് വന്നാൽ 4 പേര് വന്നാൽ ഒരു പക്ഷേ 5 ഡിഫൻഡർമാരുണ്ടെങ്കിൽ പോലും തടയാൻ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ തരത്തിൽ ജപ്പാൻ ഇന്ന് അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ബ്രസീലിൻ്റെ ഭാഗ്യം കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.